വെൽക്കം ടു വാക്ക് വിത്ത് കോഡ്. പൈത്തൺ ടപ്പിൾസിനെ കുറിച്ചാണ് പറയുന്നത്. പൈത്തൺ ടപ്പിൾസ് സിമ്പിൾ ടപ്പിൾ എഴുതിയാൽ ടപ്പിൾ ഈക്വൽ ടു 1 2 3 hello is it simple tuple and ടപ്പിൾ പ്രിൻ്റ് ചെയ്താൽ അത് പാരന്തസിസിൽ ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ ടപ്പിൾ കോമ സെപ്പറേറ്റ് ചെയ്തും എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ പാരന്തസിസിനകത്തും എഴുതാം. ഈക്വൽ ടു 1 2 ഓക്കെ, രണ്ട് രീതിയിലും എഴുതാം. ടപ്പിളിനെ പറ്റി പറഞ്ഞാൽ ടപ്പിൾ ഒരു സീക്വൻസ് ടൈപ്പാണ്, സീക്വൻസ് ഡാറ്റ ടൈപ്പാണ്. ലൈക്ക് ലിസ്റ്റിനൊക്കെ പോലെ ഇൻഡെക്സ്ഡ് ആയിട്ട് ഉള്ള ഡാറ്റ ടൈപ്പാണ്. ഇപ്പോൾ 0th ഇൻഡെക്സ് 1 2 അതുപോലെ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ്. അതിന് കോമൺ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ലൈസ് ചെയ്യാനും പറ്റും. ലിസ്റ്റ് ls ഈക്വൽ ടു 1 2 3 ഒരു ലിസ്റ്റ് ഇങ്ങനെ എഴുതി ലിസ്റ്റിനെ ls 0 ഈക്വൽ ടു ഫസ്റ്റ് എലമെൻ്റ് കിട്ടുന്ന പോലെ ട്യൂപ്പിൾ നെയിം അതുപോലെ എഴുതാം. ട്യൂപ്പിൾ ഇതാണ് സിമ്പിൾ ട്യൂപ്പിളിനകത്ത് ഡിഫൈൻ ചെയ്തത് 1 2 high. സോ ടപ്പിൾ 0th എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ഫസ്റ്റ് എലമെൻറ്റിന് കിട്ടും. പിന്നെ അതിനെ ലിസ്റ്റിനെ സ്ലൈസ് ചെയ്യാൻ പറ്റുന്ന പോലെ ടപ്പിളിനെയും സ്ലൈസ് ചെയ്യാം. T 0 2 2 കൊടുത്തു കഴിഞ്ഞാൽ 0 തൊട്ട് 2 വരെയുള്ള ഇൻഡെക്സിലുള്ള എലമെൻസിനെ കിട്ടും. 2 മീൻസ് എക്സ്ക്ലൂഡിങ് 2 ആണ്. 0 1 ആണ് കിട്ടുന്നത്. 0 1 ഇസ് ഗോയിങ് ടു ഇപ്പോൾ 0 3 കൊടുത്തു കഴിഞ്ഞാൽ 3 എലമെൻസും കിട്ടും. ഓക്കെ, that's what it is, a sequence type. And next പറയുകയാണെങ്കിൽ ടപ്പിൾ ഒരു ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. To elaborate that, ലിസ്റ്റിനൊക്കെ ലിസ്റ്റ് ഈസ് ഈക്വൽ ടു A B C എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ലിസ്റ്റിൻ്റെ ഒരു എലമെൻറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിന് ഇൻഡെക്സ് വെച്ചിട്ട് ഇക്വൽ ടു D or something. ഇപ്പോൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റിനെ D ആയിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് കാണാം. അപ്പോൾ സിമിലർലി ഇതൊരു ടപ്പിളായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ടപ്പിൾ ഈക്വൽ ടു A B C എന്നിട്ട് ഒരു ടപ്പിൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ടപ്പിളിനെ സിമിലർലി 0th എലമെൻറ്റിനെ എടുത്ത് വേറൊരു സ്ട്രിങ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ നോക്കിയാൽ ഇറ്റ് വിൽ ഷോ സം എറർ. എന്ത് എററാണ് ഇത്? ടൈപ്പ് എറർ. ടപ്പിൾ ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ്. അപ്പോൾ ടപ്പിളിൽ ഒരു എലമെൻറ്റിനെ വേറെ ഒരു സ്ട്രിങ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അതിലുള്ള വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ടപ്പിളിനകത്തുള്ള എലമെൻറ്റ് മ്യൂട്ടബിൾ ആണെങ്കിൽ അതിനെ മ്യൂട്ടേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ T ഈക്വൽ ടു 1 2 3
ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് ഒരു ലിസ്റ്റാണ്. നമുക്കറിയാം ലിസ്റ്റ് മ്യൂട്ടബിളാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് മ്യൂട്ടബിൾ ആണെങ്കിൽ ഇതിനെ മ്യൂട്ടേറ്റ് ചെയ്യാം, ഇതിനെ എലമെൻറ്റ്സ് ചേഞ്ച് ചെയ്യാം. അതിന് T0th എലമെൻ്റ് എടുത്തു, അതിലെ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു, =3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മ്യൂട്ടേറ്റ് ആയി, എറർ ഒന്നും കാണിച്ചിട്ടില്ല. T പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 3 ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. സോ അതാണ് ഇതിൻ്റെ ടുപ്പിളിൻ്റെ ഇമ്മ്യൂട്ടബിലിറ്റി. അതിൻ്റെ പർപ്പസ്, അതിൻ്റെ യൂസ് ചെയ്യുന്ന പർപ്പസ് വ്യത്യാസമായതുകൊണ്ടാണ് ഇമ്മ്യൂട്ടബിൾ ആക്കിയത്. പെർമനൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിലാണ് പൊതുവെ ടപ്പിൾസ് ഉപയോഗിക്കാം. ഇറ്റ്സ് ഇമ്മ്യൂട്ടബിൾ. നെക്സ്റ്റ്, ഒരു എം ടി ടപ്പിളിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എം ടി ടപ്പിൾ ഡിഫൈൻ ചെയ്യുന്നത് സിംപ്ലി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരന്തസിസ്, അതിനകത്ത് ഒരു എലമെൻറ്റും ഇല്ലാതെ നമ്മളൊരു എം ടി ടപ്പിളിനെ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ലെങ്ത് വിളിച്ചാൽ എം ടി ഈക്വൽ ടു 0 എന്ന് കാണും. വാട്ട് ഈസ് ദിസ്? ഓക്കെ, 0 എന്ന് കാണും. എം ടി ടപ്പിളിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അതിൻ്റെ ലെങ്ത് 0 ആണ്, അതിനകത്ത് എലമെൻറ്റ്സ് ഒന്നുമില്ല. ഒരു സിംഗ്ലിറ്റൺ, സിംപ്ലി ഇത് എം ടി ടപ്പിൾ. സിംഗ്ലിറ്റൺ ടപ്പിൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു എലമെൻ്റ് മാത്രമേ ഉള്ളൂ ടപ്പിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനെ നോക്കാം. ഇപ്പോൾ സിംഗ്ലിറ്റൺ ടപ്പിൾ സിക്കൽ ടു ലൈക്ക് ABC എന്ന് കൊടുത്താൽ കോമ. ഇങ്ങനെയാണ് ഒരു സിംഗ്ലിറ്റൺ, ഒരു എലമെൻ്റ് മാത്രമുള്ള ടപ്പിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. സിംഗ്ലിറ്റൺ ചെയ്താൽ അതൊരു ടപ്പിളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അതൊരു സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ അത് പാരന്തസിസിൽ എഴുതിയാലും അങ്ങനെ തന്നെയാണ്. സിംഗ്ലിറ്റൺ ടു ABC സിംഗിൾട്ടൺ പ്രിൻ്റ് ചെയ്താൽ അതാണ് വരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ അല്ലാതെ ഡിഫൈൻ ചെയ്യാം. ബട്ട് അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതൊരു സ്ട്രിങ് ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ടൈപ്പ് ഓഫ് സിംഗ്ലിറ്റൺ എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആണ്. സോ ആ കോമ കൊടുത്തില്ലെങ്കിൽ അതിനെ ഒരു സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കോമ കൊടുക്കുന്നതുകൊണ്ട് അതിനെ ടപ്പിളായിട്ടാണ് എടുക്കുന്നത്. സോ സിംഗ്ലിറ്റൺ ടപ്പിൾ, ഒരു എലമെൻറ്റ് മാത്രമുള്ള ടപ്പിൾ ഡിഫൈൻ ചെയ്തെങ്കിൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് എലമെൻറ്റ് ആൻഡ് എൻഡിങ് കോമ. എൻഡിങ് കോമ ഇല്ലെങ്കിൽ ഇങ്ങനെ ആയാലും ഡിഫൈൻ ചെയ്യാം. കോമ നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് സ്ട്രിങ് ആയിട്ടാണ്. സ്ട്രിങ് അല്ലെങ്കിൽ നമ്പറായിട്ടോ എങ്ങനെയെങ്കിലൊക്കെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതാണ് സിംഗ്ലിറ്റൺ ടപ്പിൾ. ആൻഡ് നെക്സ്റ്റ്, സീക്വൻസ് ആൻഡ് പാക്കിംഗ്. സീക്വൻസ് ആൻഡ് പാക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് സീക്വൻസിലുള്ള എല്ലാ സീക്വൻസിനുള്ള പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ടപ്പിളിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. 1 2 3.
ഇതാണ് ടപ്പിൾ. ഇപ്പോൾ ടപ്പിൾ പ്രിൻ്റ് ചെയ്താൽ ടപ്പിൾ 1 2 3 എന്നുള്ള 3 എലമെൻറ്റ്സ് ഉള്ള ഒരു ടപ്പിളാണ്. അപ്പോൾ അതിനെ നമ്മൾ അതിലത്തെ ഈച്ച് എലമെൻറ്റിനെ വേറെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഓർഡറിൽ ലൈക്ക് എക്സ് വൈ ഇസഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിലേക്ക് അതിൽ ഫസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ആയിട്ടുണ്ടാവും, വൈയിലേക്ക് അതിൽ സെക്കൻഡ് എലമെൻറ്റ് സ്റ്റോർ ആയിട്ടുണ്ടാവും, ഇസഡിലേക്ക് കറസ്പോണ്ടിങ് തേർഡ് എലമെൻറ്റ് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഇത് ടെപ്പിളിൻ്റെ മാത്രം പ്രോപ്പർട്ടി അല്ല, ലിസ്റ്റിലും ഇതുപോലെയൊക്കെ തന്നെയാണ്. ലിസ്റ്റിൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എ ബി സി ഈക്വൽ ടു എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എയിൽ എ ബിയിൽ ബി സിയിൽ സി സ്റ്റോർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ കേസായാലും സ്ട്രിങ്ങും ഒരു സീക്വൻസ് ടൈപ്പാണെന്ന് പറഞ്ഞു. സ്ട്രിങ്ങിൽ ഇതുപോലെ തന്നെയാണ് എസ് ഈക്വൽ ടു എ ബി സി എ കോമ ബി കോമ സി ഈക്വൽ ടു എസ് കൊടുത്തു കഴിഞ്ഞാൽ, സോറി നേരത്തെ ഇത് സേവ് ചെയ്ത് അങ്ങനെയാണ്. സോ ഡി ഇ എഫ് കൊടുക്കാം. ഡി ഇ എഫ് ഫിസിക്കൽ ടു എസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിയിൽ എ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, എയിൽ ബി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ. സോ ദാറ്റ് ഈസ് സീക്വൻസ് അൺപാക്കിംഗ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ട്രിപ്പിൾ സീക്വൻസ് ടൈപ്പാണ്. അതിനെ ഇൻഡെക്സ് വെച്ച് ആക്സസ് ചെയ്യാം, അതിനെ സ്ലൈസ് ചെയ്യാം, മറ്റ് ഡെസ്റ്റിനേക്ക് പോലെ സ്ലൈസ് ചെയ്യാം. ടെപ്പിൾ ഇമ്മ്യൂട്ടബിളാണ്. അതിലെ എലമെൻറ്റിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ഇൻഡെക്സ് വെച്ചെടുത്ത് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. എലമെൻറ്റ് മ്യൂട്ടബിൾ ആണെങ്കിൽ അതിനെ മ്യൂട്ടേറ്റ് ചെയ്യാം. പിന്നെ എം ടി എലമെൻറ്റ് എങ്ങനെയാണ്, എം ടി ടെപ്പിൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞ് ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരന്തസിസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സിംഗ്ലിറ്റൺ ഡബിൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സിംഗിൾ എലമെൻറ്റും ആൻഡ് എൻഡിങ് കോമ വെച്ചിട്ടാണ് സിംഗ്ലിറ്റൺ ഡബിൾ ഡിഫൈൻ ചെയ്യുന്നത്. സീക്വൻസ് അൺപാക്കിംഗ് ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ സീക്വൻസ് ആയിട്ടുള്ള ലിസ്റ്റിലെ എലമെൻസിനെ വേറെ വേരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ ഈ സീക്വൻസ് അൺപാക്കിംഗ് ഒക്കെ വളരെ യൂസ്ഫുള്ളായ കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, അപ്പോൾ ഇതിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ബ്രാക്കറ്റും പാരന്തസിസ് ഇല്ലാതെ. സോ സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് രീതിയിലാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് വെച്ച് ഇങ്ങനെ ടപ്പിൾ ഡിഫൈൻ ചെയ്യുന്നതാണ് നല്ലത്. അത് വലിയ പ്രോബ്ലംസൊക്കെ വരുമ്പോൾ, പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഡിഫൈൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡായിട്ടുള്ള സിൻടാക്സ്. സോ അത്രയാണ് ടപ്പിളിനെ കുറിച്ചുള്ളത്. ആൻഡ് താങ്ക് യു.